വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് collegemunshi.com. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകത്തിലെ അഥവാ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അണ്ടറിലുള്ള 10ഓളം ടോപ്പ് ഡെന്റൽ കോളേജുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സുകൾ എന്താണ്, ഏതാണ് യൂണിവേഴ്സിറ്റി, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, എത്ര സീറ്റ് അവൈലബിലിറ്റി ആണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കർണാടകയിലെ BDS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് കോളേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് MS രാമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1991 യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. അടുത്ത ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. KAയുടെ അണ്ടറിലാണ് വരുന്നത്. സീറ്റ് മെട്രിക്സ് 60 ആണ്. അടുത്തതായിട്ട് STM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റലാണ്. 1986 സ്റ്റാർട്ട് ചെയ്തു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. KAയുടെ അണ്ടറിലാണ് വരുന്നത്. 100 സീറ്റുകളുടെ അപ്രൂവലാണുള്ളത്. അടുത്ത മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നത് ബാപ്പുജി ഡെന്റൽ കോളേജ് ഹോസ്പിറ്റലാണ്. ബെൽഗാവിയാണ് വരുന്നത്. അടുത്തത് KAയുടെ അണ്ടറിലാണ് വരുന്നത്. 100 സീറ്റുകളാണുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അടുത്ത വൈദേഹി ഡെന്റൽ കോളേജ് ഹോസ്പിറ്റൽ 2001 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. KAയിലാണ് അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്. 60 സീറ്റുകളുടെ അപ്രൂവലാണുള്ളത്. ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നീറ്റ് റിസൾട്ട് വരണം. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ പോർട്ടലിൽ ഓപ്പൺ ആകുകയും നിങ്ങൾക്ക് അതിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. മിക്ക കോളേജിലും ബുക്കിംഗ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 lakh ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി മിക്ക കോളേജിലും കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുള്ള അണ്ടറിലുള്ള മിക്ക കോളേജിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടാവുന്നതാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ KA ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസ് ഏകദേശം ചിലപ്പം 5 ലക്ഷം രൂപയായിരിക്കും ഇയർലി ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസ് ഒരു വർഷത്തേക്ക്. 5 × 4 ഏകദേശം 20 ലക്ഷം രൂപ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ നമുക്ക് ആ ഒരു ഫീസ് കുറഞ്ഞിട്ട് നമുക്കൊരു 3 ലക്ഷത്തിനോ അല്ലെങ്കിൽ 2.5 ലക്ഷത്തിനൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 4 ലക്ഷത്തിനൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കുറഞ്ഞ ഫീസിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കർണാടകയിലുണ്ട്. കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും ഇതുപോലെ തന്നെ ചില കോളേജുകൾ ഫീസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് 5th പൊസിഷനിൽ വരുന്നത് രാജരാജേശ്വരി ഡെന്റൽ കോളേജാണ്. 92 സ്റ്റാർട്ട് ചെയ്തു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. കൗൺസിലിംഗ് പ്രോസസ്സ് വരുന്നത് KA ആണ്. 100 സീറ്റുകളുടെ അപ്രൂവലാണ് ഉള്ളത്. 100 സീറ്റുകളുടെ അപ്രൂവലാണ് രാജരാജേശ്വരി ഡെന്റൽ കോളേജിലുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പ് 5th പൊസിഷനിൽ വരുന്ന ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് വളരെ വേർത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ നമുക്ക് MS രാമയ്യൊക്കെയാണെങ്കിൽ കുറച്ച് അധികം ഫീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഏകദേശം 35 ലക്ഷത്തോളം ഫീസ് നമുക്ക് ആവുന്നുണ്ട്. SDM ആണെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയോളം ആവുന്നുണ്ട്. ബാപ്പുജി അതുപോലെ തന്നെ ബാക്കിയുള്ള വൈദേഹിയൊക്കെ ആവുന്ന സമയത്ത് 15 to 20 ലക്ഷം രൂപയൊക്കെയാണ് ഫീസ് ആവുന്നത്. അപ്പം ഈ ഒരു കോളേജൊക്കെ തന്നെ പക്ഷേ നമ്മൾ ആ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടുള്ള ഒരു കോളേജ്, അത്രയും നല്ല പേഷ്യൻ ഫ്ലോ ഉള്ള കോളേജസ് ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കോളേജൊക്കെ തന്നെ. അടുത്തതായിട്ട് AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് 2002 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെയാണ്. KAയുടെ അണ്ടറിലാണ് വരുന്നത്. 100 സീറ്റുകളുടെ അപ്രൂവലാണ് ഉള്ളത്. അടുത്ത KLE ഡെന്റൽ കോളേജ് ബാംഗ്ലൂരാണ്. 92 സ്റ്റാർട്ട് ചെയ്തു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അപ്രൂവലാണ് ഉള്ളത്. KAയുടെ അണ്ടറിലാണ് ഉള്ളത്. KAയുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 100 സീറ്റുകളുടെ അപ്രൂവലാണുള്ളത്. അടുത്തതായിട്ട് MR അംബേദ്കർ ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലാണ്. 98 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണുള്ളത്. KAയുടെ അഡ്മിഷൻ പ്രോസസ്സാണ്. 100 സീറ്റുകളുടെ അപ്രൂവലാണുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിന് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയോ അല്ലെങ്കിൽ കാലിക്കറ്റ് ജില്ലയോടൊക്കെ അടുത്ത് നിൽക്കുന്ന കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആണ്. 99 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണുള്ളത്. KAയുടെ അണ്ടറിലാണ് അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്. 40 സീറ്റുകളുടെ അപ്രൂവൽ മാത്രമേ ഉള്ളൂ. കൂർഗിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിടാം. കാരണം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം അത്രയും ആൾക്കാരൊക്കെ പാനിക്കായിട്ട് ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബുക്കിംഗ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിടുക. അടുത്തതായിട്ട് ഓക്സ്ഫോർഡ് ഡെന്റൽ കോളേജ് 92 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണുള്ളത്. അടുത്തതായിട്ട് KAയുടെ അഡ്മിഷൻ പ്രോസസ്സാണ് വരുന്നത്. 100 സീറ്റുകളുടെ അപ്രൂവലാണ് ഉള്ളത്. അപ്പോൾ കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഗൈഡൻസും ഞങ്ങൾ തരുന്നതായിരിക്കും. കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.